ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ 67ാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും SSLC+2 അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്ന പൊതുയോഗത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ ശ്രീ KV അബ്ദുൽ ഹമീദ് അധ്യക്ഷനായിരുന്നു. വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടകൻ ജില്ലയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി പ്രിയ സുഹൃത്ത് വിനോദ് കുമാർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലയുടെ കരുത്തനായ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വല്ലാത്തൊരു അനുഭവമാണ് ചാവക്കാടേക്ക് കടന്നുപോയത്. ചാവക്കാട് കച്ചവട കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ തന്നെ വളരെ എണ്ണപ്പെട്ട പൗരാണികമായിട്ടുള്ള കച്ചവട കേന്ദ്രം. രണ്ടാമത് ഈ ഗൾഫ് മേഖലയുടെ സ്വാധീനമൊക്കെ തുടക്കകാലം മുതൽ ഉണ്ടായിരുന്ന പ്രദേശം ചാവക്കാട്. അവിടെ നിന്നാണ് ഗൾഫിന്റെ വല്ലാത്ത മായിക പ്രപഞ്ചം കേരളത്തിന്റെ മറ്റു മേഖലകളിലേക്ക് പടർന്നു വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ആ കാലത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്നു. വ്യാപാരത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ വ്യാപാരികളെ എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു സംഘടന, വ്യാപാരികളെ എത്രത്തോളം സംരക്ഷിക്കുന്ന ഒരു സംഘടന, പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി വ്യാപാരികൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന സംഘടന, അത്രത്തോളം പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇല്ല എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അതാണ് ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ. ഈ വാർഷിക പൊതുയോഗങ്ങൾ എല്ലാവർക്കും നടക്കുക. തൃശ്ശൂരിലെ കഥ പറയുമ്പോൾ 232 യൂണിറ്റുകളാണ്, 45,000 വരുന്ന വ്യാപാരികൾ, 2.5 ലക്ഷം വരുന്ന കുടുംബാംഗങ്ങൾ. ഈ എണ്ണത്തിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഈ 2.5 ലക്ഷം കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായി ഒരഭിപ്രായത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരു തറവാട് പോലെ മുന്നോട്ട് പോകുന്ന വളരെ അസാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കാഴ്ച. ഈ നമ്മുടെ വാർഷിക പൊതുയോഗങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന്റെ അലകും പിടിയും മാറുകയാണ്. എങ്ങനെ അലകും പിടിയും മാറുമെന്ന് ചോദിച്ചാൽ സംഘടന ഏറ്റവും താഴ്ത്തട്ടിലുള്ള വ്യാപാരിയിലേക്ക് ഇറങ്ങി ചെല്ലും. ഞാൻ ജോജിയുടെ ഒരു കാര്യം പറയാം. നമ്മുടെ ട്രഷറോട് നിലവിലുള്ള പ്രവർത്തനത്തിന്റെ 25% വെട്ടിക്കുറച്ചോളം. സംഭവം മനസ്സിലായേ? ആഴ്ചയിൽ 10 മണിക്കൂർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ 7.5 മണിക്കൂർ പണിയെടുത്താൽ മതി നേതാക്കൾ. ആ ഒരു ശൈലിയിലേക്കാണ് പുതിയ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ചാവക്കാടത്തെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോ 750 മെമ്പർമാരാണ് ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ. എത്ര മെമ്പർമാരാണ്? 750. 750 മെമ്പർമാർക്ക് വേണ്ടിയിട്ട് 45ഓളം വരുന്ന കമ്മിറ്റി അംഗങ്ങൾ. 750 ആളുകളെ 45 പേർക്ക് കൃത്യമായിട്ടാണ് വീതിച്ചു കൊടുക്കുക. അപ്പോൾ എത്രയുണ്ടാവും? 750 45 വേണ്ടി. ജില്ലാ ട്രഷറർ ശ്രീ ജോയ് മുത്തേടൻ മുഖ്യാതിഥിയായിരുന്നു. ചാവക്കാട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ KN സുധീർ സ്വാഗതം അർപ്പിക്കുകയും ജനറൽ സെക്രട്ടറി ശ്രീ ജോജി തോമസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. വരവ് ചെലവ് കണക്കുകൾ ശ്രീ KK സേതുമാധവൻ അവതരിപ്പിച്ചു. 2024-26 കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ KVVS ഗുരുവായൂർ മണ്ഡലം ചെയർമാൻ ശ്രീ ലൂക്കോസ് തലക്കോട്ടൂർ വരണാധികാരിയായി തെരഞ്ഞെടുത്തു. പഴയ ഭാരവാഹികളെ തന്നെ പുതിയ വർഷത്തേക്ക് യോഗം ഏകകണ്ഠമായി തെരഞ്ഞെടുക്കുകയുണ്ടായി.
യൂണിറ്റ് ഭാരവാഹികൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു. യോഗത്തിൽ SSLCയിലും +2വിലും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും ഉണ്ടായിരുന്നു.